നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദി ഹിന്ദു. KFone to become nationwide ISP. ദി ഹിന്ദു ബ്യൂറോ, തിരുവനന്തപുരം. Kerala Fiber Optic Network Limited, KFone. Kerala Government's broadband internet service has secured internet service provider category, a national license from the Department of Telecommunications, which authorizes it to offer internet services across the country. At a ceremony held in New Delhi on Tuesday, Dilip Singh Sankar, Under Secretary of the DOTAS Division, handed over the certificate to Santosh Babu, Managing Director of KFone. In addition to the robust network infrastructure already established across Kerala, KFone will now expand its footprint to the other states and collaborate with the leading internet service providers to ensure seamless connectivity nationwide. Mr. Babu said the achievement would further energize efforts to deliver enhanced services across India. What a great news! Is proud to be being Keralites. KFone to become nationwide internet. ദേശാഭിമാനി 2025 ജൂൺ 26 വ്യാഴം. സ്വപ്നപഥത്തിൽ വിജയത്തിലെത്തിയത് 6 പ്രാവശ്യം മാറ്റിയ ദൗത്യം. ശുഭാംശു ഇന്ന് ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും. നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും. ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരൻ. നിലയത്തിൽ 14 ദിവസം തുടരും. ഫ്ലോറിഡയിലെ നാസ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ശുഭാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകവുമായി കുതിക്കുന്ന റോക്കറ്റ്. സർക്കാർ അനുമതികൾ ഇനി ഞൊടിയിടയിൽ. വ്യവസായ സംരംഭം. സംസ്ഥാനത്ത് വ്യവസായ സംരംഭങ്ങൾക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുമതികൾ ഇനി വേഗത്തിലാകും. ഇതിനായി കേരളത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോർട്ടലായ KSwift, ദേശീയ ഏകജാലക സംവിധാനമായ NSWS മായി സംയോജിപ്പിച്ചും ഇതുവഴി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാകുകയും സംരംഭങ്ങളുടെ അനുമതി പ്രക്രിയ എളുപ്പത്തിലാവുകയും ചെയ്യും. ഭൂമി സംബന്ധമായ എല്ലാ തർക്കങ്ങൾക്കും ശാശ്വത പരിഹാരം. മുഖ്യമന്ത്രി ഡിജിറ്റൽ സർവേ. എഴുത്തുകാർ സാംസ്കാരിക ഗുണ്ടകളെന്ന് അധിക്ഷേപവുമായി കോൺഗ്രസ്. മുഖപത്രമായ വീക്ഷണത്തിലൂടെയാണ് സാഹിത്യകാരന്മാർക്കെതിരായ തെറിവർഷം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും അധിക്ഷേപം ഉണ്ടായിരുന്നു. ജമാഅത്തെ മധുരം സമസ്തയ്ക്ക് വേണ്ട. കാന്തപുരം. സമസ്തയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം നുണയേണ്ട ആവശ്യമില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജമാഅത്തെ ബന്ധം ന്യായീകരിച്ച് ആര്യാടൻ ഷൗക്കത്ത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടായ മാറ്റം കാണാൻ കഴിയുന്നുണ്ടെന്നും ആദ്യമായല്ല അവർ UDFന് പിന്തുണ നൽകുന്നതെന്നും നിലമ്പൂർ മണ്ഡലം യുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. ഷൗക്കത്തിൻ്റെ സത്യപ്രതിജ്ഞ നാളെ. സമ്മതിക്കത്തിനാൽ എഴുത്തുകാരെ നിശബ്ദരാക്കാൻ നീക്കം. നിലമ്പൂരിൽ വിജയിച്ചതിൻ്റെ ഹാലിളക്കത്തിൽ എഴുത്തുകാർക്കും കലാകാരന്മാർക്കുമെതിരെ UDF നടത്തുന്ന ആക്രമണം കരുതിക്കൂട്ടി. ഇടതുപക്ഷത്തോടൊപ്പം നിന്നാൽ എത്ര വലിയ എഴുത്തുകാരായാലും പുലഭ്യം പറഞ്ഞ് നിശബ്ദരാക്കുമെന്ന ഭീഷണിയാണ് കോൺഗ്രസ് ലീഗ് സംഘം ഉയർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വർഗീയ ശക്തികൾ നൽകുന്ന പ്രേരണയിലുമാണ് ആക്രമണം.
അടിയന്തരാവസ്ഥക്കാലത്ത് വായനശാലകൾ ചുട്ടരിച്ചതടക്കമുള്ള കോൺഗ്രസിന്റെ അക്ഷരവിരോധ ചരിത്രം കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് ആസൂത്രിതമായി മലയാളത്തിലെ സാഹിത്യ ലോകത്തിനെതിരായ നീക്കം. ജവഹർലാൽ നെഹ്റു സംഘപരിവാറുകാരനാണെന്ന് പ്രസ്താവിച്ച മുൻ KPCC പ്രസിഡന്റിന്റെ അനുയായികളുടെ അക്രമത്തിൽ നിന്നും ഗ്രന്ഥശാലകളെ രക്ഷിക്കാൻ ലൈബ്രറി കൗൺസിൽ രംഗത്തിറങ്ങിയതും ചരിത്രം. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ലോക മാനവികതയുടെ രാഷ്ട്രീയത്തിന് ഒരു വരി കൊണ്ടുപോലും മറുപടി പറയാനല്ലാത്തതിനാലാണ് കരാറുകാരതും കാളകളെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നത് സ്ഥാനമാനങ്ങൾ കിട്ടാനാണെന്ന് പതിവ് പല്ലവി അധികാരത്തെ സ്വന്തം കണ്ണട കൊണ്ട് നോക്കുന്നത് കൊണ്ടാണെന്നും യാഥാർത്ഥ്യം. ദേശാഭിമാനി എഡിറ്റോറിയൽ. ശാസ്ത്രം കുതിച്ചു, ശുഭാംശുവിന് ആശംസ. ബഹിരാകാശ ഗവേഷണ രംഗം വലിയ കുതിപ്പിലാണ്. ഭൗമനിരീക്ഷണ, വാർത്താവിനിമയ, ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കുമപ്പുറം ഗോളാന്തര ഗവേഷണങ്ങൾക്കും യാത്രകൾക്കും മുന്തിയ പരിഗണനയാണ് വിവിധ ബഹിരാകാശ ഏജൻസികൾ നൽകുന്നത്. ഭൂമിക്ക് ഭീഷണിയായി അയക്കാവുന്ന ഭീമൻ ഉൽക്കകൾ പോലുള്ള വസ്തുക്കളെ വഴിതിരിച്ചുവിടാനുള്ള പരീക്ഷണ ദൗത്യങ്ങൾ വരെ നാസ, ചൈന ബഹിരാകാശ ഏജൻസികൾ നടത്തുന്നു. മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്കും ചാന്ദ്രയാത്രകൾക്കും ശേഷം ഈ രംഗത്ത് വിവിധ ഏജൻസികളുടെ മത്സരവും ഒപ്പം കൂട്ടായ്മയും വളർന്നു വരുന്നുണ്ട്. മാനവരാശിയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വലിയ സഹകരണം വേണ്ടിവരും. കൂടുതൽ സംയുക്ത ദൗത്യങ്ങളും ഗവേഷണങ്ങളും കാലഘട്ടം ആവശ്യപ്പെടും. പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ഊളിയാടാനും ലക്ഷ്യങ്ങൾ നേടാനും ഇത് അനിവാര്യമാണ്. യുദ്ധവെറിക്കെതിരെ ഇടതുപക്ഷ പാർട്ടികളുടെ പാർലമെന്റ് മാർച്ച്. ഇസ്രയേൽ അമേരിക്ക യുദ്ധവെറിയെ തള്ളിപ്പറയാൻ കേന്ദ്രം തയ്യാറാകണം. ഉപതെരഞ്ഞെടുപ്പ് തോൽവി. പഞ്ചാബിലും ഗുജറാത്തിലും കോൺഗ്രസിന് പ്രതിസന്ധി. പഞ്ചാബിൽ നേതാക്കളുടെ കൂട്ടരാജി. ഗുജറാത്തിൽ PCC പ്രസിഡന്റ് രാജിവെച്ചു. തരൂർ. കോൺഗ്രസ് പോര് തുടരുന്നു. ഖാർഗെയുടെ വിമർശനത്തിന് മറുപടിയുമായി തരൂർ. ചിലർക്ക് മോദിയാണ് വലുതെന്ന് തരൂരിന് ഖാർഗെയുടെ പരോക്ഷമായ വിമർശം. പറക്കാൻ ആരുടെയും അനുമതി വേണ്ടെന്ന് തരൂർ. SFI ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടറി ഇനി പഞ്ചായത്ത് പ്രസിഡന്റ്. ഗുജറാത്തിൽ നിന്ന് SFIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ആദ്യ വനിത. ഗുജറാത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SFI സംസ്ഥാന സെക്രട്ടറി സത്യേഷ് ലെയ്വയ്ക്ക് മിന്നുന്ന ജയം. സബർകാന്ത ജില്ലയിലെ വഡ്വാസ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സത്യേഷ ഗുജറാത്തിൽ നിന്ന് SFIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ആദ്യ വനിതയുമാണ്. ജൂണിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ജോയിന്റ് സെക്രട്ടറിയായിരുന്ന സത്യേഷ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെ നേതൃനിരയിൽ ശക്തമായ സാന്നിധ്യമാണ് സത്യേഷ. കുത്തിയൊലിച്ച് പുന്നപ്പുഴ. മുണ്ടക്കൈയിൽ നേരിയ മണ്ണിടിച്ചിൽ. ചൂരൽമല ബെയിലിപ്പാലം കടന്ന് തോട്ടങ്ങളിൽ പണിക്ക് പോയവരെ പുന്നപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് തിരികെ എത്തിക്കുന്നു. ഉരുൾപൊട്ടിയ മുണ്ടക്കൈയിൽ കനത്ത മഴയിൽ നേരിയ മണ്ണിടിച്ചിൽ. ബുധൻ രാവിലെ പെയ്ത മഴയിലാണ് മുണ്ടക്കൈ വനറാണി പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായത്. വിഴിഞ്ഞത്തേക്ക് ചരക്കെത്തിക്കാൻ കൊല്ലം തുറമുഖത്ത് ഫ്രൈറ്റ് സ്റ്റേഷൻ. വെരി ഗുഡ്. കൊല്ലം തുറമുഖത്ത് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സർവീസ് ആരംഭിക്കാൻ വഴി തുറക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴി കയറ്റുമതി ചെയ്യാനുള്ള ചരക്കുകൾ സംഭരിച്ച് കണ്ടെയ്നറുകൾ നിറയ്ക്കുന്നതിനാണ് ഫ്രൈറ്റ് സ്റ്റേഷൻ. ഗവർണർ വിചാരധാര ഉയർത്തിപ്പിടിച്ചാൽ ശക്തമായ പ്രക്ഷോഭം. SFI. ഭരണഘടനയ്ക്ക് പകരം വിചാരധാര ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ ഗവർണർ ശ്രമിച്ചാൽ വിദ്യാർത്ഥികൾക്ക് തെരുവിലിറങ്ങേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് P. സാനു, സെക്രട്ടറി മയൂഖ് ബിശ്വാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യ രീതികൾ അവലംബിക്കാതെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു വരുന്നവരാണ് ഗവർണർമാർ. കേന്ദ്രം ഭരിക്കുന്നവർക്ക് വിധേയമായി നിൽക്കുന്ന ഗവർണർമാർ തങ്ങളുടെ അധികാര പരിധി എന്തെന്ന് മനസ്സിലാക്കണം. RSS അജണ്ട നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെങ്കിൽ SFI ശക്തമായ പ്രതിരോധം ഉയർത്തും.